89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ SK ജംഗ്ഷനിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കേട്ടറിയാനായിട്ട് പോകുന്നത്. അതും പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. അതായത് ഇപ്പം പ്രഗ്നന്റ് ലേഡീസ് ആവാനായിട്ട് പോകുന്ന സ്ത്രീകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് ഗർഭധാരണത്തിലുള്ളവരായിക്കോട്ടെ, എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നുള്ള ഒരു വാക്ക്. ആൻഡ് ഓൾസോ പെൺകുട്ടികളാണെങ്കിൽ പോലും ഈ സിനിമയിലൊക്കെ ഈ ഒരു ഇത് കാണുമ്പോൾ അയ്യോ ഇത് എനിക്കും സംഭവിക്കുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ എന്താണ് ഹൈ റിസ്ക് പ്രഗ്നൻസി, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് നമ്മൾ SK ജംഗ്ഷനിലൂടെ കേട്ടറിയാനായി പോകുന്നു. ഇതൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് ഡോക്ടർ അഞ്ജന കുമാരി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മിറ്റേര ഹോസ്പിറ്റൽ, തെലങ്കാന. മാം, നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസിയെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നു. സോ ആദ്യമേ തന്നെ അറിയേണ്ട ഒരു കാര്യം എന്താണ് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നുള്ളതാണ്. സോ എന്താണ് മാമിന് പറയാനുള്ളത്? നമസ്കാരം. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം എല്ലാവർക്കും പ്രഗ്നൻസി എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും. അപ്പം അതുകൊണ്ട് പ്രഗ്നൻസി, അതും പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രഗ്നൻസി ഒരു രോഗമല്ല, അതൊരു നോർമൽ ഫിസിയോളജിക്കൽ ഫിനോമിനനാണ്. അപ്പം അതിനകത്ത് നമുക്ക് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പം നമുക്ക് വാർത്തകളിൽ കൂടിയൊക്കെ ആണെങ്കിലും നമ്മൾ അറിയുന്നുണ്ട് ഭയങ്കര റിസ്ക് ഉണ്ട് പ്രഗ്നൻസി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷേ എന്നാലും അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ലോ റിസ്ക് പ്രഗ്നൻസി ഉണ്ട്, ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി ഉണ്ട്. പക്ഷേ ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതാണ് ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി. അതായത് ഒന്നെങ്കിൽ അതൊരു രോഗാവസ്ഥ, അതായത് മോർട്ടാലിറ്റിയും മോർബിഡിറ്റിയും കൂടുതലായിട്ടുള്ളൊരവസ്ഥയാണ് ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 20 മുതൽ 30% വരെ ഗർഭിണികളിൽ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിയിലാണ് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളതിനെ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതേപോലെ കണ്ടുപിടിച്ച് കഴിഞ്ഞാലും നമ്മളതിനെ നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്യാനും, അതുപോലെ നമുക്ക് ആ റിസ്ക് അനുസരിച്ചുള്ള ഹോസ്പിറ്റലിലാണോ നമ്മൾ കാണിക്കുന്നത്, നമുക്കത് കാണിച്ചതുകൊണ്ട് ഗുണകരമായിട്ട് വരണം അല്ലേ. അമ്മയും കുഞ്ഞും എപ്പോഴും ആരോഗ്യപരമായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഏതൊരാൾക്കും ഏറ്റവും ആഗ്രഹം. അപ്പം അതിനനുസരിച്ച് നമ്മളതിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാം എവിടെ അവസാനിച്ചു അതിനെ അടുത്ത ചോദ്യമായിട്ട് ഞാൻ പോവുകയാണ്. അതായത് ഇത് നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. സോ എങ്ങനെയാണ് ഇത് ഹൈ റിസ്ക് പ്രഗ്നൻസി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്, അതിനുള്ള പരിശോധനകൾ എന്തൊക്കെ, ഏതൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അത് കേൾക്കാം, അറിയാം പാട്ടുകൾക്ക് ശേഷം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. നമ്മുടെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അഞ്ജന കുമാരി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മിറ്റേര ഹോസ്പിറ്റൽ, തെലങ്കാന. മാം, നമ്മൾ ഇന്ന് ഹൈ റിസ്ക് പ്രഗ്നൻസിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ആശ്വാസം തോന്നിയ ഒരു വാക്ക് മാമിന്റെ വായിൽ നിന്ന് വന്നത് നമുക്കത് നേരത്തെ പരിശോധിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ്. സോ എങ്ങനെയാണ് ഹൈ റിസ്ക് പ്രഗ്നൻസി നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നത്, അതിനുള്ള പരിശോധനകൾ ഏതൊക്കെയാണ്, അതിനൊരു നിർദ്ദേശം പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഇപ്പം നമുക്കറിയാം, നമുക്ക് കുട്ടികളെല്ലാം തന്നെ ഭയങ്കര നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഒരു പ്രഗ്നൻസി ആവുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്യുന്നതാണ് ഇപ്പോഴും നല്ലത്. അതിനാണ് നമ്മൾ പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് എന്ന് പറയും. അപ്പോൾ അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ നമുക്കറിയാം എല്ലാ കുട്ടികളും മിക്കവാറും കല്യാണം കഴിക്കുമ്പോൾ 30 വയസ്സിന് മേളിലാവും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവർക്ക് അവരുടെ ജോലിയൊക്കെ ഒന്ന് സെറ്റിൽഡ് ആയിട്ട് വരാൻ ചിലപ്പോൾ 1-2 വർഷം എടുക്കും. അപ്പോൾ ആ സമയത്തിനിടയ്ക്കൊക്കെ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒരു പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഇപ്പം നമ്മൾ അവരുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അവരുടെ എന്താ പറയുക, ഇപ്പം നമ്മൾ ഈ എഗ് ക്വാളിറ്റി ഇതൊക്കെ അറിയാനായിട്ട്, അതായത് ഒവേറിയൻ റിസർവ് അറിയാനായിട്ട് ടെസ്റ്റുകളുണ്ട്, AMH എന്നൊക്കെ പറഞ്ഞ്. അപ്പം അതൊക്കെ നേരത്തെ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ അവർക്ക് ഡയബറ്റീസിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ അവർക്ക് ഫാമിലിയിൽ തന്നെ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ രീതിയിൽ അവരെ കൗൺസിൽ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ തന്നെ വാക്സിനേഷൻസ് ഉണ്ട്, റൂബെല്ല വാക്സിൻ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും.
അതേപോലെ ഇപ്പം നേരത്തെ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർ, പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഒബീസിറ്റി ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജിമ്മിലൊക്കെ പോയി അവരുടെ വെയിറ്റൊക്കെ ഇത് ചെയ്ത് BMI ഒക്കെ നോർമലാക്കി വെക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ ചെയ്യാവുന്നതനുസരിച്ച് തന്നെ അങ്ങനെ തന്നെ നമുക്ക് കുറേ റിസ്ക് ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഏതൊരു കുട്ടിയും ഗർഭിണിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചെയ്യാവുന്നത് ആ UPT പോസിറ്റീവായി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പം ഡോക്ടർക്ക് അപ്പം നേരത്തെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ അസസ് ചെയ്യാൻ പറ്റുകയും അപ്പം അവർക്ക് ചിലപ്പം ചിലർക്ക് കാർഡിയാക് ഡിസീസ് ഉണ്ടാകാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നല്ല ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റലിൽ നേരത്തെ ഡെലിവറിയൊക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ അതിൻ്റെ റിസ്ക് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ ഹോസ്പിറ്റൽസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ്. സോ ഈ ഡോക്ടേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ചിലർ നമ്മൾ ഫാമിലി ഡോക്ടേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡോക്ടർ കൊള്ളാം എന്ന് നമ്മൾ പേര് കേട്ട ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോകാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രിഫർ ചെയ്തനുസരിച്ച് പോകാറുണ്ട്. സോ ഡോക്ടറിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? മാം ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്, പക്ഷെ എങ്കിൽ പോലും മാമിൻ്റെ ഒരു ഇതനുസരിച്ച് എങ്ങനെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഡോക്ടേഴ്സ് അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല, പക്ഷേ എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടേഴ്സ് എല്ലാവരും നല്ലതാണെന്നാണല്ലോ അല്ലേ? അതാണ് നമ്മുടെ ഒരു ധാരണ, അതാണ് ശരിയും. പക്ഷേ അതല്ല, അതിനകത്ത് പ്രധാനപ്പെട്ടത് നമ്മളെ ഹോസ്പിറ്റൽസിൽ എന്തുമാത്രം ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം നല്ല ഹോസ്പിറ്റൽസ് തിരഞ്ഞെടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് കൂടുതലും പറയാനുള്ളത്. പിന്നെ അതേപോലെ നമ്മൾ തന്നെ ബോധവാന്മാരാവണം, നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ അതിനനുസരിച്ച് പലരും ഉണ്ട് ഡോക്ടേഴ്സിനെ കാണും, പക്ഷേ എന്ന് വിചാരിച്ച് അതിനനുസരിച്ച് അവരവരുടെ ലൈഫ് സ്റ്റൈലിനെ ചിലപ്പോൾ മോഡിഫൈ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള മരുന്നുകൾ കഴിക്കുകയില്ല. ഡോക്ടർ അത് കഴിക്കാൻ പറഞ്ഞു, എനിക്കിതിപ്പോൾ ഒന്നും കുഴപ്പമില്ല എന്ന്. പക്ഷെ നമുക്ക് എപ്പോഴാണ് നമ്മുടെ ആ റിസ്ക്, എപ്പോഴാണ് നമുക്ക് പ്രഗ്നൻസിയിൽ പ്രശ്നകരമായി വരിക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഡോക്ടറെ സ്ഥിരമായിട്ട് ഡോക്ടർ പറയുന്ന രീതികളിൽ നിങ്ങളവരെ കൺസൾട്ട് ചെയ്യുകയും അവർ പറയുന്ന രീതിയിൽ തന്നെ മരുന്നുകൾ കഴിക്കുകയും അങ്ങനെ നമ്മൾ തന്നെ ചെയ്യണം. അതായത് പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇത് വേണം, അല്ലാതെ ഡോക്ടർ മാത്രം വിചാരിച്ചാൽ ഒരു രോഗിയുടെയും റിസ്ക് ഫാക്ടറിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും പേഷ്യൻ്റ് തന്നെ അതിനെ അവരുടെ രീതിയിൽ അവരും ഡോക്ടറോട് സഹകരിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്ന് മാം പറഞ്ഞു. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് പറഞ്ഞു. സോ മുൻപും പിൻപും, അതായത് ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെന്ന് നമ്മൾ അറിയുന്നതിന് മുന്നും ശേഷവും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിനി കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM ഇന്ന് ഹൈ റിസ്ക് പ്രഗ്നൻസി ആണ്. യെസ്, ഇന്ന് നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് കേട്ടറിയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൈ റിസ്ക് പ്രഗ്നൻസി ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത്, അതെങ്ങനെ നമുക്ക് തുരത്താം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അഞ്ജന കുമാരി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലങ്ക. മാം, നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി അറിയേണ്ടത് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. കാരണം ഇന്ന് നമ്മൾ കാണുന്ന, ഇന്നെന്നല്ല എന്നും നമ്മൾ അനുഭവിക്കുന്ന കണ്ടറിയുന്ന പല രോഗങ്ങളുടെയും പ്രധാന കാരണം ഈ ജീവിതശൈലിയാണെന്ന് ഡോക്ടേഴ്സ് പലപ്പോഴും പറയാറുണ്ട്. സോ ഹൈ റിസ്ക് പ്രഗ്നൻസി വരാതിരിക്കാനായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെ എന്നുള്ളൊരു ചോദ്യം നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ചോദ്യം കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്യുവാണ്. ഇതിനകത്ത് അനുഭവിക്കുന്ന മെന്റൽ പ്രഷർ എത്രമാത്രമായിരിക്കും? സോ ഇത് രണ്ടും എങ്ങനെയാണെന്നുള്ളതൊന്ന് മാം ഒന്ന് പറയാമോ? ഇപ്പോഴത്തെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും നല്ല ജോബ് ടെൻഷനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ എല്ലാവരുടെയും മാനസികാവസ്ഥയായിരിക്കാം. ചെറിയൊരു കാര്യം വരുമ്പോൾ തന്നെ എല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്യുക, പിന്നെ അത് വായിച്ചിട്ട് അതിൻ്റേതായ ഒരു ടെൻഷൻ, എന്നാൽ അത് ശരിയായിട്ടുള്ള ഒരു അറിവാണോ എന്ന് പോലും മനസ്സിലാക്കാതെ ആയിരിക്കും അതിനെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷൻ. അപ്പം പിന്നെ ഇതിനകത്ത് ഒരു ഒബീസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. ഒന്ന്, നമ്മുടെ പ്രായം തന്നെ ഒരു റിസ്ക് ഫാക്ടറാണ്. അതായത് ചിലപ്പം ഈ 20 വയസ്സിന് താഴെയുള്ള ഗർഭം, അതേപോലെ തന്നെ 35 വയസ്സിന് മേളിലുള്ള ഗർഭം. അത് നമുക്ക് രണ്ടും അറിയാം. 35 വയസ്സിന് മേളിലെന്ന് പറഞ്ഞാൽ പലരും അവരുടെ ജോലി സംബന്ധമായിട്ടും ഒക്കെയാണ് പ്രഗ്നൻസിയെ ഡിലേ ചെയ്ത് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ ലേറ്റ് മാരേജും ആയിരിക്കാം. അപ്പം അത് തന്നെ ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പം നമ്മൾ അതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 35 നമ്മുടെ പ്രായം മുന്നോട്ട് പോകും തോറും നമ്മൾ നേരത്തെ തന്നെ എന്താ പറയുക, നമുക്കറിയാം അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും നമ്മുടെ ഫാറ്റ് കൂടും. പിന്നെ ഇപ്പോൾ ഈ നമ്മുടെ ജോലി ഇങ്ങനത്തെയൊക്കെ ആയതുകൊണ്ട് പലർക്കും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, അപ്പോൾ വണ്ണം കൂടും. അതായത് ഒബീസിറ്റി ഒരു റിസ്ക് ഫാക്ടറാണ്, അതൊരു ഹൈ റിസ്ക് പ്രഗ്നൻസി തന്നെയാണ് ഒബീസിറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒബീസിറ്റിയൊക്കെ മെയിൻറ്റെയിൻ വെച്ചാൽ നമ്മുടെ BMI മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ തന്നെ ശീലിക്കേണ്ടത് എന്താ? എക്സസൈസ്, പിന്നെ ഡയറ്റും. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഈ തിരക്കുകളിലെല്ലാം നമ്മൾ ഫാസ്റ്റ് ഫുഡാണ് കൂടുതലും എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ കൂടുതലും വെജിറ്റബിൾസും പച്ചക്കറികളും ഒക്കെ വെജിറ്റബിൾസൊക്കെ കഴിച്ച്, അല്ലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്യുക കൂടുതൽ ഡയറ്റിൽ.
അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം. ഏറ്റവും പ്രധാനം എക്സസൈസ് ആണ്. പക്ഷെ അതാണ് പലരും വിട്ടുപോകുന്ന ഒരു കാര്യം. പറയുന്നത് മിക്കവാറും സമയമില്ല എന്നാണ്. പക്ഷെ നമുക്ക് മിക്കവാറും നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്യാൻ, ഗൂഗിൾ സെർച്ച് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തുമ്പം 100% നമുക്ക് എക്സസൈസിന് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം അതുകൊണ്ട് അതിനകത്തോട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റീസും നമുക്കറിയാം ഒരു ഇതുവരെ നമ്മുടെ ഡയറ്റൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡയബറ്റീസ് വരാതിരിക്കാനും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, അത് നമ്മുടെ കുറച്ചൊക്കെ സ്ട്രെസ്സ് കാരണമായിരിക്കാം, കുറച്ച് ഫാമിലി ഹിസ്റ്ററി കാരണമായിരിക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം ഒരു ഡോക്ടറെ കണ്ട് ആ റിസ്ക് ഫാക്ടേഴ്സ് മോഡിഫൈ ചെയ്യാൻ എന്താണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് പറ്റുന്നതെന്ന് കണ്ടുപിടിച്ച് ചെയ്യുക. പക്ഷെ ഏറ്റവും പ്രധാനം ഡയറ്റും എക്സസൈസും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM ഹൈ റിസ്ക് പ്രഗ്നൻസിയെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായി കൂടെയുള്ളത് ഡോക്ടർ അഞ്ജന കുമാരി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മീറ്ററ ഹോസ്പിറ്റൽ, തലഗർ. മാം, നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസിയിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവര് സംരക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹെറിഡിറ്ററി എങ്ങനെയാണ് ഈ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ പറഞ്ഞു ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും എല്ലാവരോടും ചോദിക്കും ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളത്. കാരണം അത് അങ്ങനെയാണ്. കാരണം വീട്ടിൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കും ഡയബറ്റീസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഇപ്പം നമുക്ക് ചെറുപ്പത്തിലേ അറിയാം, ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഡയബറ്റീസ് ഉണ്ടെന്ന് കാണുവാണെങ്കിൽ നമ്മൾ തന്നെ മനസ്സിലാക്കണം ചിലപ്പോൾ ഭാവിയിൽ എനിക്കും വരാം. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ഇപ്പോഴേ അതിന് കരുതൽ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇപ്പം നമ്മൾ പല ഗർഭിണികളോടും നമ്മൾ പറയും, നിങ്ങൾക്ക് നമ്മൾ പ്രഗ്നൻസി തന്നെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യിക്കുമ്പം അവർക്ക് അതിനകത്ത് GTT കൂടുതലാണെങ്കിൽ നമ്മൾ പറയും നിങ്ങൾ ഡയബറ്റിക് ആണ്, ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഭാവിയിൽ ഡയബറ്റീസ് വരാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ കുഞ്ഞിനും ഇവരുടെ ഷുഗറൊക്കെ കൂടുതലാണെങ്കിൽ ആ കുഞ്ഞിനും ഭാവിയിൽ ചെറിയ ഡയബറ്റീസും കാര്യങ്ങളും ഒക്കെ വരാം. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാവി തലമുറയെ കൂടെ ഉദ്ദേശിച്ച് വേണം നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതിയെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ നമുക്ക് വേണ്ടി ജീവിതശൈലിയിൽ എങ്ങനെ മാറ്റണം, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ ജീവിതശൈലി മാറ്റണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് SK ജംഗ്ഷനിലൂടെ. ഇനിയും ചില കാര്യങ്ങൾ കേൾക്കാനുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഹൈ റിസ്ക് പ്രഗ്നൻസിയെ കുറിച്ചാണ്. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. കൂടെയുള്ളത് RJ ജോ ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നുള്ളത് നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, പലരും അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ്, പലർക്കും ടെൻഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചോദ്യങ്ങൾക്കും നമ്മുടെ സംശയങ്ങൾക്കും ഒക്കെ ഉത്തരം നൽകിക്കൊണ്ട് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ അഞ്ജന കുമാരി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മീറ്ററ ഹോസ്പിറ്റൽ, തലഗർ. മാം, നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇനി അറിയേണ്ടത് ഈ നോർമൽ പ്രഗ്നൻസിയോട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? ഇത് രണ്ടിനുമകത്ത് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണെന്ന് മാറി നിൽക്കുന്നത് എങ്ങനെയാണ്? അല്ല മോളെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമൽ പ്രഗ്നൻസി, ലോ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അവർക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അവരുടെ പ്രായം എന്ന് പറയുന്നത് മിക്കവാറും ഈ പറഞ്ഞ പോലെ ഒരു 20 വയസ്സിനും 35 വയസ്സിനിടയ്ക്കുള്ള ഒരു പ്രായമായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ പറഞ്ഞു പ്രായം ഒരു റിസ്ക് ഫാക്ടറാണ്. ഒബീസിറ്റി ഇല്ല, അപ്പം വേറെ എന്ന് വെച്ചാൽ പ്രഷർ ഇല്ല, ഡയബറ്റീസ് ഇല്ല, എപ്പിലെപ്സി, ഹാർട്ട് ഡിസീസ്, അങ്ങനെ പലതും നമുക്കൊരു റിസ്ക് ഫാക്ടറാണ്. ഈ ഇപ്പം IVF, കാരണം ഇപ്പോഴത്തെ കാലത്ത് IVF പ്രഗ്നൻസീസ് ഒക്കെ കൂടുതലാവുന്ന ഒരു സമയമാണ്. അപ്പം അതെല്ലാം നമുക്കൊരു റിസ്ക് ഫാക്ടേഴ്സ്. അപ്പം ലോ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഈ വക കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തതിനെയാണ് നമ്മളൊരു ലോ റിസ്ക് ആവുന്നത്. പക്ഷേ നമ്മളൊരു ലോ റിസ്ക് ആണെന്ന് വിചാരിച്ച് നമ്മൾ ആ പ്രഗ്നൻസിയെ ഒരു സാധാരണയായിട്ട് കാണരുത്. കാരണം അതിനകത്തും പേഷ്യൻ്റ് എപ്പോൾ വേണേലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അപ്പം നമ്മൾ ഓരോ പേഷ്യൻറ്റിനെ കാണുമ്പോഴും ഓരോ വിസിറ്റിലും ഓരോ ഡോക്ടർമാരും അവരുടെ ഓരോ രീതിയെയും നമ്മൾ അവരുടെ ഓരോ റിസ്കിനെയും നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഒരു പ്രഗ്നൻസിയെ നമുക്ക് ലോ റിസ്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് അവർ ഹൈ റിസ്ക് ആവുക നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡോക്ടർമാർ എപ്പോഴും അവരെ ഓരോ വിസിറ്റ് കാണുമ്പോഴും അവരുടെ റിസ്ക് അസസ്മെന്റ് അവരെല്ലാ വിസിറ്റിലും നടത്തും. ഓക്കെ, അപ്പം ഹൈ റിസ്ക് പ്രഗ്നൻസിയെ കുറിച്ച് നമ്മൾ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. അപ്പം ലോ റിസ്ക് പ്രഗ്നൻസി ആണെന്ന് നമ്മൾ ധരിക്കുന്ന പലതും ഹൈ റിസ്ക് പ്രഗ്നൻസിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മാം പറഞ്ഞു. അപ്പം ഇനിയും കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം SK ജംഗ്ഷനിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Junction.
സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷന്റെ സമയമാണ്. കൂടെയുള്ളത് ജോ ആണ്. ഹൈ റിസ്ക് പ്രഗ്നൻസിയെ കുറിച്ച് കാര്യങ്ങൾ നമ്മൾ ലോ റിസ്കോടുകൂടി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാം ഭയങ്കര സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരണം. ഇതാണ് ഹൈ റിസ്ക് പ്രഗ്നൻസി, ഇന്നതാണ് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, ഇതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കേട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പല സ്ത്രീകളും ആദ്യത്തെ കുട്ടി വാസ് ലൈക്ക് ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിരിക്കണം, അടുത്തത് ഇനി അങ്ങനെ ആവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. മുൻകാല പ്രസവങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ അടുത്ത ഇതിലും ബാധിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ പലർക്കും ഉള്ള ഒരു കാര്യമാണ്. മാം ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ഒരു ചോദ്യം നേരിട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് മാമിന് പറയാനുള്ളത്? നമ്മൾ ഏതൊരു പേഷ്യൻ്റ് വരുമ്പോഴും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മളൊരു ഡീറ്റെയിൽ ഹിസ്റ്ററി എടുക്കും അവരുടെ ആദ്യത്തെ പ്രഗ്നൻസിയുടെ. കാരണം അതിനകത്തുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഈ പ്രാവശ്യവും വരത്തില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷെ അപ്പം നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആയിരിക്കും, അവരും കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്കതിനെ ഒരു സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇപ്പം ഡയബറ്റീസ് ഒക്കെ ഉള്ളവർ നമ്മൾ പറയും അടുത്ത പ്രഗ്നൻസിയിലും നിങ്ങൾക്ക് വരാം ഹൈപ്പർ ടെൻഷൻ. അതേപോലെ തന്നെ ചിലപ്പം എന്താ പറയുക, കുഞ്ഞിൻ്റെ ഗ്രോത്ത് കുറവ് ഉള്ളത്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ആദ്യത്തെ വിസിറ്റിൽ തന്നെ അവരോട് ഇതെല്ലാം മനസ്സിലാക്കും. എന്നിട്ട് പിന്നെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും, അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്ന ഈ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം നിങ്ങൾക്ക് ചിലപ്പം ഈ പ്രഗ്നൻസിയിലും വരാം. അതുകൊണ്ട് നമ്മൾ ചിലപ്പം ഡയബറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നവർക്ക് നമ്മൾ നേരത്തെ തന്നെ ഒരു ഡയറ്റ് ചാർട്ടൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. BP ഒക്കെ ഉള്ളവരിലാണെങ്കിൽ നമ്മൾ ആസ്പിരിൻ ഒക്കെ കൊടുക്കും. അങ്ങനെ നമ്മൾ എല്ലാ രീതികളിലും കുറച്ചുകൂടെ മോണിറ്ററിങ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അങ്ങനെ നമുക്ക് അത് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ നേരിടാൻ സാധ്യതയുള്ള ഒരു സാധനം ഒരു മെന്റൽ സഫറിങ്സ് ആയിരിക്കും. കാരണം ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഓക്കെ, ഇത് ഇന്നതാണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം എങ്ങനെയായിരിക്കണം ഇതിനെ നമ്മളൊന്ന് ശരിപ്പെടുത്തേണ്ട എങ്ങനെയായിരിക്കും? കൂടെയുള്ളവർ എങ്ങനെ വേണം ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്? നമുക്കറിയാം പ്രഗ്നൻസി എന്ന് പറയുന്നത് കാര്യം വെളിയിൽ എല്ലാവർക്കും അതൊരു നോർമൽ ഫിസിയോളജിക്കൽ ഫിനോമിനൻ ആണെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് മാനസികവും ശാരീരികവുമായ കുറേ ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ്. കാരണം ഹോർമോണൽ ചേഞ്ചസും കൂടെ കാരണം. അപ്പം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രഗ്നന്റ് വിമൻ മാത്രമല്ല, ഡോക്ടറും മാത്രമല്ല, അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അവർക്കൊരു ശരിക്കും നല്ലൊരു സപ്പോർട്ട് വേണം. ഇപ്പോൾ വീട്ടിൽ നിന്ന് മാത്രമല്ല, അവരുടെ ജോലി സ്ഥലത്തു നിന്നും അവർക്കൊരു സപ്പോർട്ട് വേണം. കാരണം ഇത് ചിലപ്പം കാരണം അവർക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം ദേഷ്യം, സങ്കടം, ഇതെല്ലാം പെട്ടെന്നായിരിക്കും അവർക്ക് ഓരോ ചേഞ്ചസും വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി അവരുടെ കൂടെയുള്ള എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്കൊരു സന്തോഷകരമായ ഒരു ഗർഭാവസ്ഥ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മെൻ്റൽ ഒരു ഇൻസ്റ്റെബിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ. അവരെങ്ങനെയാണ് ഓരോ സമയവും ഇത് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പറ്റത്തില്ല. കാരണം അവർക്കൊരു നല്ല സ്ട്രെസ്സാണ് പ്രഗ്നൻസി ഇപ്പോഴത്തെ കാലത്ത്. കാരണം ജോലിയുടെ സ്ട്രെസ്സും വീട്ടിലെ പ്രശ്നങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഗർഭിണികൾക്ക് അത്ര എളുപ്പമല്ല. അപ്പം അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല സപ്പോർട്ട് വരേണ്ട ഒരു സമയം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ അമ്മമാരെ, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളെ, നമ്മുടെ ഭാര്യനെ, നമ്മുടെ ചേച്ചീനെ. അപ്പം ഹൈ റിസ്ക് പ്രഗ്നൻസിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കും അവെയർ ആയിരിക്കാം എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം അറിയാനായിട്ട് ഇനിയും ബാക്കിയുണ്ട്. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ ഹൈ റിസ്ക് പ്രഗ്നൻസിയെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായി കൂടെയുള്ളത് ഡോക്ടർ അഞ്ജന കുമാരി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തലഗർ. മാം, നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസിയിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവരെ സംരക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സംരക്ഷണത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഈ റെസ്റ്റ് എന്ന് പറയുന്നത്. സോ എത്രമാത്രം റെസ്റ്റ് ഇവർക്ക് വേണം, ആ ഒരു പരിചരണം അതെങ്ങനെയായിരിക്കണം എടുക്കേണ്ടത്? ഈ റെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ പ്രായം മുതൽ തുടങ്ങുക ഹൈ റിസ്ക്. അപ്പോൾ അതായത് ഇന്ന് എല്ലാ ഹൈ റിസ്കിനും റെസ്റ്റിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്യുന്നത്. ഓരോ പേഷ്യൻസിൻ്റെയും ചിലർക്ക് ഇപ്പോൾ ഷോർട്ട് സർവിക്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പം നമ്മൾ തുടക്കം മുതലേ കഴിഞ്ഞ പ്രഗ്നൻസി ചിലപ്പോൾ ഒരു 4 മാസം ആകുമ്പം നഷ്ടപ്പെട്ടവരാകും, അല്ലെങ്കിൽ അവർക്ക് നേരത്തെ പ്രസവിച്ചവരാകാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ പറയും പ്രഗ്നൻസി ആകുമ്പോൾ തൊട്ടേ റെസ്റ്റ് വേണം എന്ന്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ IVF പ്രഗ്നൻസി അവർക്കൊക്കെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരിക്കത്തില്ല, നല്ല റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റീസ് നമ്മൾ ചില പേഷ്യൻസിനോട് പറയാറുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് അങ്ങനെ എന്താ പറയുക, ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്താണ് നമ്മൾ പറയുക നിങ്ങൾക്ക് റെസ്റ്റ് വേണോ വേണ്ടായോ എന്നുള്ളത്. കാരണം ഓരോന്നും വ്യത്യാസമാണ്. അതുകൊണ്ട് ഓക്കെ, നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസിയെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചില അത്യാവശ്യ കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. കൂടെ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction.
സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷന്റെ സമയമാണ്. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അഞ്ജനകുമാരി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം മിറ്റേര ഹോസ്പിറ്റൽ തളകം. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്, അറിഞ്ഞുകൊണ്ടിരുന്നത് ഹൈ റിസ്ക് പ്രഗ്നൻസിയെ കുറിച്ചാണ്. എങ്ങനെ ഈ ഹൈ റിസ്കിനെ നമുക്ക് സംരക്ഷിക്കാം, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട രീതികൾ എന്തൊക്കെ, ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമ്മൾ ഈ ഒരു 2 മണിക്കൂർ ഉടനീളം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാമിന് എന്താണ് അവസാനമായിട്ട് നമ്മളോട് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനായിട്ടുള്ളത്? ഒരു അഡ്വൈസ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ബോട്ടം ലൈൻ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും പറയാനുള്ളത്? ഒന്ന്, നമ്മൾ ഏതൊരു പെൺകുട്ടിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവരുടെ പ്രഗ്നൻസി ഒരു 30 വയസ്സ് വെച്ചാൽ ഒരു 25 വയസ്സിനും ഒരു 32 വയസ്സിനും ഇടയ്ക്ക് വെച്ചാൽ 35 വയസ്സിനും മുകളിൽ പോകുമ്പോൾ നമ്മൾ പറഞ്ഞു അതൊരു ഹൈ റിസ്ക് ആയി. അപ്പം അതുകൊണ്ട് അതിനിടയ്ക്ക് അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. 2, അവർക്ക് ജോലി ടെൻഷൻ കാര്യങ്ങൾ, ഇതാണ് നമുക്ക് വേറൊരു പ്രശ്നം വരാവുന്നത് ഈ പ്രഗ്നൻസിയിൽ, മെൻ്റൽ ടെൻഷൻ. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന നേരത്തെ തന്നെ നിങ്ങൾ യോഗ, എക്സസൈസ് ഇതെല്ലാം ഒരു ഭാഗമാക്കുക. 3, നമുക്ക് എന്താ പറയുക, ഗർഭിണിയാവുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ ഫോളിക് ആസിഡ് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് ഒരെണ്ണം എടുക്കുക. അപ്പം നിങ്ങളുടെ റിസ്ക് ഫാക്ടേഴ്സൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഗർഭിണിയാവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ നിങ്ങളോട് ഫോളിക് ആസിഡ് കഴിക്കാൻ പറയും, ചില വാക്സിനേഷൻസ് ഒക്കെ എടുക്കാൻ പറയും. അപ്പോൾ അതൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്മൂത്തായിട്ട് നിങ്ങളുടെ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏറ്റവും പ്രധാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറ്റ് ആൻഡ് എക്സസൈസ്, അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്, അതായത് നമ്മുടെ ഹസ്ബൻഡും അതായത് നമ്മുടെ ജോലി സ്ഥലവും അവിടെയുമെല്ലാം നമുക്ക് കഴിവതും അവിടെ ഉള്ളവരും നമ്മുടെ കൂടെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയാകുമ്പോഴാണ് നമുക്കൊരു പ്രഗ്നൻസിയെ സുഗമമായിട്ട് കൊണ്ടുപോകാൻ പറ്റുക. നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സിനെ നമ്മൾ മാറ്റി നിർത്തുക, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ നമ്മൾ ശക്തമായിട്ട് നിൽക്കാനുള്ള രീതിയിലുള്ള ഡയറ്റ് ആൻഡ് എക്സസൈസ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാം ഒന്ന് ഇച്ചിരി സ്ട്രെസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അക്കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. ഇതുപോലെ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പലവിധ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ SK ജംഗ്ഷനിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നതായിരിക്കും. ഇന്നത്തെ SK ജംഗ്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ മാം, താങ്ക് യു സോ മച്ച്. എനിവേ, ഒരുപാട് കാര്യങ്ങൾ മാം പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ആൻഡ് ദിസ് ഈസ് RJ Jo signing off from SK Junction, and you are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.